ഹലോ, വെൽക്കം ടു എഫ് ട്രേഡർ. അപ്പോൾ മാർക്കറ്റ് വോളറ്റിലിറ്റി എല്ലാം നമുക്കിപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കുകയാണ്. നോർമൽ സിറ്റുവേഷനിലായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോകണ്ട 2%, 1%, 1.5%, 0.5% ഈ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ എത്ര പെർസെൻറ്റേജിൽ തന്നെയാണ് ഇപ്പോൾ നോർമൽ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ 1000-2000 പോയിൻറ്റ്സൊക്കെ നിഫ്റ്റി തന്നെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം ഒരു 200 പോയിൻറ്റ് ആ റേഞ്ചിൽ തന്നെ 200 പോയിൻ്റൊക്കെയാണ് മാക്സിമം മൂവ്മെൻറ്റ് തന്നിട്ടുള്ളൂ. നോർമൽ ഗതിയിലായിരിക്കണം ഏകദേശം 250 പോയിൻ്റ് വരെ ഒരു സ്വിങ് മൂവ്മെൻറ്റ്, ഒരു സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് 250 വരെയൊക്കെ മാക്സിമം പോയിട്ടുണ്ട്. അതാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ നോർമൽ ഗതിയിലായിരിക്കണം മാർക്കറ്റ് വീണ്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് സൈഡ് വൈസും ഇവിടെ ആയിരുന്നു. നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇങ്ങനെ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നോർമൽ ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതും ടാർഗറ്റ് അത്യാവശ്യം ഒരു 1:4 3 ഒക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് തന്നെ 50% പോകും. പിന്നെ വെക്കേണ്ടത് ഒരു ആ ഒരു 50% പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ആവില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു നോർമൽ മാർക്കറ്റിൽ ട്രേഡ് എടുത്ത് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്നുള്ള ട്രേഡ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി നോർമൽ ഡേയ്സ് ആയിരിക്കും. അപ്പോൾ 2 ദിവസത്തെ ഇലക്ഷൻ റിസൾട്ടും ഇത് കാരണമാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നോർമലായിട്ട് തന്നെ പോകും. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഞാൻ പുറത്തായിരുന്നു, എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എടുത്തത് ഞാൻ കുറച്ച് ട്രേഡ് എടുത്തിട്ടുണ്ട് നോർമലായിട്ട്. ഏകദേശം 4K അടുത്ത് പ്രോഫിറ്റ് തന്നെയാണ്. 9 സ്ട്രൈക്ക് പ്രൈസിൽ മാറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും വന്നു, അത്യാവശ്യം ലോസും വന്ന ട്രേഡാണ്. ഏകദേശം ഇന്ന് ലാസ്റ്റ് ഏകദേശം 3.9K ആണ് എനിക്ക് പ്രോഫിറ്റൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പയറി ഡേയിലാണെങ്കിൽ നോക്കും ഓരോരോ സ്ട്രൈക്ക് പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നലത്തെ വന്നതിൻ്റെ അത്ര ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. നോർമൽ തന്നെ സിമ്പിളായിട്ട് തന്നെയാണ് ഏകദേശം 280-ന് 78 വരെ ലാസ്റ്റ് വെച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ്. പക്ഷേ ഇന്നത്തെ ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ 600-300 വരെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നോക്കുക. അത്രയും വലിയ ബെയറിഷാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നോർമൽ മൂവ്മെൻറ്റ് തന്നെയാണ്. താഴോട്ട് വരുമ്പോൾ താഴേക്കും മേലേക്ക് വന്നിട്ടും നല്ലൊരു രീതിയിലുള്ള എക്സ്പയറി എന്നുള്ളത് നോർമൽ ഡേ എക്സ്പയറി ഡേ തന്നെയാണ് നെക്സ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രേഡുകളൊക്കെ എടുത്ത് മാറിയിട്ടൊക്കെയാണ് എടുത്തത്. എന്തായാലും ഇപ്പോൾ എന്തായാലും ഇനി ഈ ഒരു ടൈം കൂടെ മോദി സർക്കാർ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി നോർമലായിട്ട് എപ്പോഴും കയറുന്ന പോലെ തന്നെ കയറുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു വോളറ്റിലിറ്റിയിലുള്ള മാർക്കറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഒരു 3 ദിവസം ഒരു ദിവസം എക്സിറ്റ് പോളിൻ്റെ ദിവസം നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് തന്നിട്ട് സൈഡിലേക്ക് കളിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം റിസൾട്ട് വരുന്ന ദിവസം നല്ല രീതിയിൽ ഡൗണിക്കും കാര്യങ്ങളൊക്കെ വന്നു. അതിന് ശേഷം വീണ്ടും ഇന്നലെ ഒരു മാർക്കറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനുശേഷം ഇന്നത്തേക്ക് അത്യാവശ്യം നോർമലായിട്ട് സ്റ്റേബിളായിട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളത്തേക്ക് നോക്കാം. നാളെ ഞാൻ ലൈവ് മാക്സിമം ഇടുമായിരിക്കും. വീഡിയോൻ്റെ പേര് ലൈവ് തന്നെയായിരിക്കും ഇടുക. എന്തായാലും ഇനി നമുക്ക് നാളെ നോക്കാം. താങ്ക് യു.